നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുഴിമന്തി കഴിച്ചതിനെ തുടർന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യം മൂലം നഴ്സ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവികത ആരോപിച്ച ബന്ധുക്കളും നാട്ടുകാരും. തൃശൂർ വടക്കാഞ്ചേരി വാൽക്കുളമ്പ ജോണിന്റെ മകൾ ലെന ജോൺ എന്ന 25 വയസ്സുകാരിയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. ഭക്ഷണത്തിലെ വിഷബാധ എന്ന പ്രാഥമിക നിഗമനത്തിനപ്പുറം ബന്ധുക്കൾ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ രക്തസമ്മർദ്ദം കുറഞ്ഞ ലെനയെ അർഷാദ്, സുഹൈൻ എന്നിവർ ചേർന്നാണ് ആലുവയിലെ നജാസ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഇവിടെ വെച്ച ലെന മരണപ്പെടുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് വീട്ടുകാരെ വിളിച്ച യുവാക്കളിൽ ഒരാൾ താൻ ഡോക്ടറാണ് എന്ന വ്യാജേനയാണ് സംസാരിച്ചത്. ലെന സീരിയസ് ആണ് എന്ന് ആദ്യം അറിയിച്ച ഇവർ മിനിറ്റുകൾക്കുള്ളിൽ മരണം സ്ഥിരീകരിച്ച് വീണ്ടും വിളിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാക്കളെ കുടുക്കി നാട്ടുകാർ. ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിച്ചതോടുകൂടി ഒപ്പമുണ്ടായിരുന്ന അർഷാദും സുഹൈനും അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചു. എന്നാൽ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതരും നാട്ടുകാരും CCTVയുടെ ദൃശ്യങ്ങളുടെ സഹായത്തോടുകൂടി ഇവരെ തടഞ്ഞു വെക്കുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ലെനയുടെ ശരീരത്തിൽ അസ്വാഭാവികമായ പാടുകൾ കണ്ടിരുന്നതായും ഇത് സമ്മർദ്ദം മൂലം ഡോക്ടർമാർ അവഗണിച്ചതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. വിദേശത്ത് ജോലിക്ക് പോകാനായി IELTS പഠിക്കാൻ എറണാകുളത്ത് പോകുന്നു എന്നാണ് ലെന സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. എന്നാൽ 1 വർഷം മുമ്പേ തന്നെ ലെന ഈ കോഴ്സ് പാസ്സായതായാണ് വിവരം പുറത്തുവരുന്നത്. അതേസമയം നഴ്സിംഗുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനാണ് മകൾ പോയതെന്നാണ് പിതാവ് ജോൺ പറയുന്നത്. വീട്ടിൽ നിന്നും പോയ ലെനയെ ആലുവയിലെ ഓസോൺ ഹോട്ടലിൽ 3 ദിവസത്തോളം താമസിപ്പിച്ചിരുന്നതായി വിവരമുണ്ട്. ഈ ദിവസങ്ങളിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നും ലെന ആരുടെ കൂടെ ആയിരുന്നു എന്നതിനെ കുറിച്ചും പോലീസ് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചു വരികയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ലെനയെ ആശുപത്രിയിൽ എത്തിച്ച യുവാക്കൾക്ക് പെൺകുട്ടിയുമായുള്ള ബന്ധം എന്താണ് എന്നും മരണത്തിന് പിന്നിൽ മറ്റിടപെടലുകൾ ഉണ്ടോ എന്നും പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. ചില മാധ്യമങ്ങൾ ലവ് ജിഹാദ് ആരോപണം കൂടി ഉയർന്നതോടെ കേസിൽ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് അധികൃതർ കൈകാര്യം ചെയ്തിരിക്കുന്നത്.